നമസ്കാരം. നമ്മൾ ഒരു വസ്തുവിനെ കാണുകയോ കേൾക്കുകയോ മണക്കുകയോ രുചിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുമ്പോഴാണ് ആ വസ്തുവിൻ്റെ ഉന്മ അറിയുന്നത്, അല്ലേ? അപ്പോൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നില്ല എങ്കിൽ പ്രപഞ്ചം ഇല്ല. അപ്പം നമ്മൾ എന്തിനെ അറിയുമ്പോഴും അന്തരാത്മാ ബുദ്ധിയിലൂടെ, മനസ്സിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ പുറത്ത് വന്ന് പ്രപഞ്ചത്തെ പൊതിയുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചത്തെ പൊതിയുകയാണ്. അപ്പം അന്തരാത്മാ ബുദ്ധിയിലൂടെയും മനസ്സിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തെത്തി ബാഹ്യലോകത്ത് പ്രകാശിക്കുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ട്. അങ്ങനെ പ്രകാശിക്കുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ട്, ഞാൻ അറിയുന്നു. അങ്ങനെയുള്ള ആ അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് ഈ ശുക്ല യജുർവേദത്തിൽ ഈശാവാസ്യ ഉപനിഷത്തിൽ 1-ാം ശ്ലോകത്തിൽ പറയണു, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തക്തേന ഭുഞ്ജീത മാകൃതകസ്യ സിദ്ധനം. പ്രപഞ്ചത്തിലുള്ള സർവവും ഈശ്വരമയമായി കാണണം, ലോകത്തിനെയും. അപ്പം ഈശ്വരനാൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവനും മൂടണം, ഈശ്വരനാൽ മൂടണം. അപ്പം ഭക്തൻ ഈ പ്രപഞ്ചത്തെ ഭക്തിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ എല്ലാം ഈശ്വരമയമായി കാണും, അല്ലേ? ഇപ്പം നമ്മൾ തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെന്നും ഭഗവാൻ സർവവ്യാപിയാണെന്നും എല്ലാം വാക്കിനാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പോരാ, അത് നമുക്ക് ജ്ഞാനാനുഭവത്തിൽ വരണം. ഇപ്പം ഭക്തിയില്ലാത്തവർ പ്രപഞ്ചത്തെ ഒരു ഉപഭോഗ സാധനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ നശീകരണ സ്വഭാവം, ഒരു പ്രവണത ഉണ്ടാവും. ഇപ്പം ഭക്തിഭാവം ദൃഷ്ടിയിലുണ്ടായാൽ മുമ്പ് നമ്മൾ കണ്ടിരുന്ന അവയൊക്കെ അതെല്ലാം തന്നെ ഈശ്വരമയമായി ദർശിക്കും. അപ്പം ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന ആ മനോഭാവത്തിൽ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ്റെ വിഭൂതിയാണ്. പ്രപഞ്ചാകാരമായിട്ട് ഈശ്വരനെ ദർശിക്കാൻ സാധിക്കും, അല്ലേ? അപ്പൊ ഭക്തിയുടെ കണ്ണിലൂടെ മാത്രം അങ്ങനെ ദർശിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്തിയുടെ കണ്ണിലൂടെ മാത്രം നോക്കിയാൽ മതി, അല്ലേ? തേന തക്തേന ഭുഞ്ജീത. ഇങ്ങനെ ഒരു ദൃഷ്ടി വന്നാൽ ഉപഭോഗ വസ്തു അല്ല മുന്നിലുള്ളത്, ഈ ജ്ഞാനം നമുക്കുണ്ടാവും. അപ്പൊ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ഭോഗബുദ്ധിയോടുകൂടി കാണാതെ, സകല വസ്തുക്കളെയും ഭോഗബുദ്ധിയോടുകൂടി കാണാതെ ആരാധനാബുദ്ധിയോടുകൂടി, ഒരു ബഹുമാനത്തോടുകൂടി, ഭക്തി ബഹുമാനത്തോടുകൂടി, അങ്ങനെ ആരാധനാബുദ്ധിയോടുകൂടി കണ്ടു തുടങ്ങും. അപ്പൊ ഈശ്വരന്റെ മഹിമയാണ് ഈ കാണുന്നതെല്ലാം, അല്ലേ? അപ്പൊ ആരാധിക്കുവാൻ ഈ ജന്മത്തിൽ, ഇതിനെല്ലാം ആരാധിക്കുവാൻ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഒരു അവസരം
ഒരവസരം ഭഗവാൻ തന്നിരിക്കുകയാണ് ഇതിനെല്ലാം ആരാധിക്കാൻ. അപ്പം ഈ വിഷയം നമ്മുടെ ബുദ്ധിയിൽ ഉറയ്ക്കണം, ഈശ്വരമയമാണ് എന്നുള്ളത്. അപ്പം മാഘൃത കസ്യസിദ്ധനം, അതുകൊണ്ട് ആരുടെയും ധനത്തെ കാക്ഷിക്കരുത്. എന്ത് കിട്ടിയാലും പോരാ പോരാ എന്നുള്ള ഒരു മനോഭാവമാണ് നമുക്കുള്ളത്, അല്ലേ? അപ്പം അതിനെ നമ്മൾ മാറ്റിയെടുക്കണം. അപ്പം മതി മതി എന്ന് പറയാൻ പഠിക്കണം, അറിയണം. അപ്പം ധനത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് ജീവിതം ചുമ്മാ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സത്യത്തെ അറിഞ്ഞ് ജീവിതം ധന്യമാക്കണം. അപ്പം എന്ത് വേണം? ഭക്തിയുടെ കണ്ണിലൂടെ ഈ പ്രപഞ്ചത്തെ കാണണം. അതിനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.